ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ നമ്മുടെ മിത്ര മീനുവിനോട് ചോദിക്കുകയാണ്, അല്ല മീനു ചേച്ചി, ആ വീണ മേഡത്തിൻ്റെ ഹസ്ബൻഡ് നേരിട്ട് വീട്ടിൽ പണം കൊണ്ട് കൊടുക്കുമല്ലായിരുന്നോ? പിന്നെ എങ്ങനെയാണ് ആകാശേട്ടൻ ഇതിനിടയിൽ തെറ്റുകാരനാകുന്നത്? അപ്പം നമ്മുടെ മീനു അതൊന്ന് ആലോചിക്കുക. എന്നിട്ട് പറയും, അതാ മോളെ ആകാശിൻ്റെ കൂർമ്മ ബുദ്ധി. അവൻ ബുദ്ധിപൂർവ്വമാണ് കളിച്ചത്. വീണ മേഡത്തിൻ്റെ വീട്ടിൽ നിന്നും ആകാശ് കാശ് കളക്ട് ചെയ്തെന്ന് എന്നോട് മേഡം പറഞ്ഞതാ. അതിനുശേഷം ആ പണവുമായിട്ട് അവൻ നേരെ വിജിലൻസ് ഓഫീസിലേക്ക് പോയി കാണും. അവർ ഫിനോഫ്തലിൻ പുരട്ടിയ പണം തിരിച്ചു കൊടുത്തിട്ട് അത് വീട്ടിൽ കൊണ്ട് കൊടുക്കാനും അവനോട് പറഞ്ഞു കാണും. അവൻ ആ വഴിക്ക് വരുമ്പോഴാവും വീണ മേഡത്തിൻ്റെ ഹസ്ബൻഡിനെ വീണ്ടും യാദർശികമായിട്ട് കാണുന്നത്. ഒന്നും അറിയാത്ത രീതിയിൽ സാർ ആ അമ്പലമുക്കിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ കാശ് വീട്ടിലൊന്ന് കൊണ്ട് കൊടുക്കാവോ എന്ന് അവൻ ചോദിച്ചു കാണും. അയാൾ അത് സമ്മതിക്കുകയും ചെയ്തു കാണും. അങ്ങനെയാകും വീണ മേഡത്തിൻ്റെ ഹസ്ബൻഡ് വീട്ടിൽ കൊണ്ടേ കാശ് കൊടുത്തിട്ട് പോകുന്നത്. അപ്പം ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വിജിലൻസുകാർ ചുറ്റും ഉണ്ടാകും. ഞാൻ വീട്ടിലേക്ക് കയറി വന്നതിൻ്റെ പിന്നാലെ തന്നെ അവർ വന്നില്ലേ? അങ്ങനെയാ ഇതെല്ലാം സംഭവിച്ചത്. ഇതിനൊക്കെ പിന്നിൽ അവനാ. എന്നോട് ഇത്രയും വലിയ തെറ്റ് ചെയ്യാൻ ആകാശിന് എങ്ങനെ തോന്നി? പക്ഷെ നമ്മുടെ മീന് പറയുന്നതൊന്നും മിത്രയങ്ങും വിശ്വസിക്കുന്നില്ല കേട്ടോ. ആകാശ തെറ്റുകാരനായി കാണാൻ മിത്രയ്ക്ക് സാധിക്കുന്നില്ല. എന്നാൽ മീനുവിനോട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാതെ മിത്ര പറയും, മീൻ ചേച്ചി വന്നേ, ഈ ആഹാരം കഴിച്ചേ എന്ന് പറയാണ്. വേണ്ട മോളെ, പുറത്തുനിന്ന് മേടിച്ചോണ്ട് വന്ന ആഹാരമൊന്നും ഞാൻ കഴിക്കാൻ പാടില്ല. അത് നിയമത്തിനെതിരാ. എനിക്ക് ഇവർ വാങ്ങിത്തരുന്ന ആഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയാം. എന്നിട്ട് ഇത്രയും രാത്രിയായിട്ടും അവരെന്തെങ്കിലും മീൻ ചേച്ചിക്ക് മേടിച്ച് തന്നോ? ആ CI നമ്മളോട് എന്തോ പക പോക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നേ. അയാൾ മീനു ചേച്ചിയോടും എത്ര ദേഷ്യത്തിലാണ് പെരുമാറുന്നത്. അതുകൊണ്ട് ആഹാരം വാങ്ങി തരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മീനു ചേച്ചി ഇവിടെ വന്നിരുന്ന് ഇത് കഴിക്കാൻ നോക്ക് എന്ന് പറയാണ്. അത് ശരിയാകുമോ, പ്രശ്നമാകുമോ മോളെ എന്ന് ചോദിക്കുക. ചേച്ചി വേഗം പോയി കൈ കഴുകിയിട്ട് വാ എന്ന് പറയാൻ കേട്ടോ. അപ്പം നമ്മുടെ മീനു കൈ കഴുകാനായിട്ട് ഒരു വാട്ടർ ബോട്ടിലും എടുത്തോട്ട് പുറത്ത് പോവുകയാണ്, അപ്പുറത്തേക്ക് മാറി. അപ്പോഴേക്കും നമ്മുടെ മിത്ര ആ ബെഞ്ചിലേക്ക് അവൾ കൊണ്ടുവന്ന ആഹാരപ്പൊതിയൊക്കെ തുറന്ന് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറും കറികളാണ്, അതൊക്കെ മീനുവിന് കഴിക്കാൻ പാകത്തിന് എടുത്ത് വെക്കുക. അപ്പോഴേക്കും നമ്മുടെ മീനു കൈ കഴുകിയിട്ട് വന്ന് ആ ആഹാരം കഴിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും CI അതിലേക്ക് വരിക. എന്താ ഇവിടെ പരിപാടി? നീയൊക്കെ നിൻ്റെ ഇഷ്ടത്തിന് ആഹാരം കഴിച്ച് ഇവിടെ ഇരിക്കാൻ നിൻ്റെയൊക്കെ തറവാട് സ്വത്താണെന്ന് ഇത് കരുതിയോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പം ആഹാരം കഴിച്ച് തുടങ്ങിയതുകൊണ്ട് തന്നെ മീനു ഒന്നും മിണ്ടാതെ അത് കഴിക്കാൻ തുടരുവേ. അത് കാണുമ്പോൾ CIക്ക് നല്ല ദേഷ്യം വരും. അയാൾ മീനു ഇരുന്ന ആ ബെഞ്ച് ഉൾപ്പെടെ ചവിട്ടുവാണ്. അപ്പോൾ തെറിച്ച് ആഹാരമെല്ലാം തെറിച്ച് പുറത്തേക്ക് പോകും. നമ്മുടെ മീനു ചാടി എഴുന്നേക്കും. സാർ എന്ത് തോന്നിവാസമായി കാണിക്കുന്നത്? ഒരു നേരത്തെ ആഹാരം കിട്ടാതെ നമ്മുടെ ഈ നാട്ടിൽ എത്ര പേര് ഇപ്പോഴും അലയുന്നുണ്ടെന്ന് അറിയാവോ? അപ്പോഴാ സാർ ഈ ആഹാരത്തെ നിന്ദിച്ച് ഇതുപോലെ ചവിട്ടി അരച്ചത് എന്ന് പറയാം. നീ എന്നെ പഠിപ്പിക്കുന്നോടി? നിന്റെയൊക്കെ തോന്നിവാസം ചെയ്യാൻ നിന്റെയൊക്കെ തറവാട് വകയ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീ കരുതിയോ? അവളുടെ ഒരു അഹങ്കാരം. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ പ്രതിയാ നീ, എന്നിട്ട് സംസാരിക്കുന്നതോ എന്ന് ചോദിക്കുക. സാർ ഇടയ്ക്കിടയ്ക്ക് എന്നെ പ്രതിയാണെന്ന് പറയണ്ട. ഞാൻ തെറ്റുകാരിയാണെന്ന് സാർ ഇതുവരെ തെളിയിച്ചിട്ടില്ലല്ലോ. ഇനി എന്തോന്ന് തെളിയിക്കാൻ? വിജിലൻസുകാർ കയ്യോടെ പിടികൂടിയതല്ല നിന്നെ. എന്നിട്ടും അവൾ വീണ്ടും കിടന്ന് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ അപാര തൊലിക്കെട്ട് തന്നെ എന്ന് പറയാം. അപ്പോഴേക്കും മിത്ര പറയും, സാർ എന്താ ഇത്? മീനു ചേച്ചിക്ക് ഇത്രയും നേരമായിട്ട് നിങ്ങളാരും ആഹാരം വാങ്ങി കൊടുക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇതുമായിട്ട് വന്നതോ? ഓ, പോലീസുകാർക്ക് മേലെ ജോലി ചെയ്യാൻ മാത്രം വളർന്നോ നീയൊക്കെ? നീ ഏതാടി എന്ന് ചോദിക്കുക. അപ്പോഴത്തേക്കും മീനു പറയും, എൻ്റെ അനീത്യ. ഓ, നിന്റെ അനീത്യാണോ? എന്നാൽ പിന്നെ നിന്റെ ഗുണം തന്നെയായിരിക്കും ഇവക്കും എന്ന് പറയാം. സാർ എന്നോടുള്ള ദേഷ്യം മറ്റുള്ളവരോട് തീർക്കണ്ട. അപ്പോൾ ഈ ബഹളങ്ങളെല്ലാം കേട്ടുകൊണ്ട് ബാലനും അകത്തോട്ട് വരികയാണ്. എന്താ ഇവിടെ എന്ന് ചോദിക്കുക. താൻ ഏതാടോ എന്ന് അപ്പോൾ ബാലനോട് ചോദിക്കുക. എൻ്റെ മോളാ മീനാക്ഷി. ഓ, നിങ്ങളുടെ മോളാണോ? മക്കളെയൊക്കെ നല്ല രീതിയിലാണല്ലോ താൻ വളർത്തി വെച്ചിരിക്കുന്നത്. തൻ്റെയൊക്കെ തോന്നിവാസം പ്രവർത്തിക്കാൻ ഇത് തൻ്റെ വീടല്ല എന്ന് തൻ്റെ മകളോട് പറഞ്ഞ് മനസ്സിലാക്കണം. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ഒരു പ്രതിയെ എങ്ങനെ നോക്കണമെന്നൊക്കെ ഞങ്ങൾക്കറിയാം എന്ന് പറയാം. അവൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറയാം. സാർ സോറി, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ബാലൻ പറയൂട്ടോ, തനിക്കൊക്കെ എന്തോന്ന് അറിയില്ലായിരുന്നു എന്ന്. അപ്പം മറ്റൊരു പോലീസുകാരൻ വന്ന് ചോദിക്കും, സാർ അവരൊരു ആഹാരമല്ലേ വാങ്ങിക്കൊടുത്തുള്ളൂ എന്ന് ചോദിക്കുക. താനൊന്നും എന്നെ പഠിപ്പിക്കണ്ട. അതേ ഇവളീ മേടിച്ചുകൊണ്ട് വന്ന ആഹാരത്തിൽ വല്ല വിഷവും കലർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഈ പെണ്ണിന് വല്ലതും പറ്റിപ്പോയ ആരോട് മറുപടി പറയും? ദേ ഇവിടെ നമ്മൾ കൊണ്ടേ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രതിയെ ഇവക്ക് എന്ത് സംഭവിച്ചാലും മുകളിലോട്ട് മറുപടി പറയേണ്ടതേ നമ്മളാ, പ്രത്യേകിച്ച് ഞാൻ. അതുകൊണ്ട് ഇവൾ എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഇവക്കെ അത്രയ്ക്കങ്ങ് വിശക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ മേടിച്ചു കൊടുത്തോളാം. നീയൊക്കെ ഇറങ്ങി പോകാൻ നോക്ക് ഈ ആഹാരം എടുത്തോണ്ട് എന്ന് പറഞ്ഞ് ബാലനോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പം ഇത്രയും പിടിച്ചോണ്ട് ബാലനാണെങ്കിൽ പുറത്തേക്ക് പോവാം. അയാളുടെ പെരുമാറ്റമൊന്നും ഒട്ടും തന്നെ നമ്മുടെ മിത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇതേ സമയം നമ്മുടെ ആകാശിനെ അന്വേഷിച്ച് ആര്യനും ധർമ്മനും കൂടി പോലീസ് സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോകാം. ആകാശ്
പുറത്ത് തന്നെ നിൽപ്പുണ്ട്, ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. അപ്പോൾ ധർമ്മനും ആര്യനും വരുന്ന കാണുമ്പോൾ ആകാശ് പറയും, ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾക്കും എന്നെ കുറ്റക്കാരനാക്കണോ? കുറ്റപ്പെടുത്തിക്കോ, എത്ര വേണേലും കുറ്റപ്പെടുത്തിക്കോ. അച്ഛൻ്റെ വകയും മീനുവിൻ്റെ വകയും ഒക്കെ കഴിഞ്ഞു. ഞാൻ അവളോട് ഇങ്ങനൊരു തെറ്റ് ചെയ്യുന്ന എങ്കിലും അവൾ വിശ്വസിച്ച് കളഞ്ഞല്ലോ എന്ന് പറയാം. എടാ ആകാശെ, നീ ഇങ്ങനെ തളരാതെ എന്ന് ധർമ്മം പറയാം. മാമൻ കരുതുന്നുണ്ടോ ഞാൻ എൻ്റെ മീനുവിനെ ഈ കള്ളക്കേസിൽ കുടുക്കിയതെന്ന് ചോദിക്കുക. ഇല്ല, നീ അങ്ങനൊരു തെറ്റ് ചെയ്യില്ലെന്ന് മാമൻ ഉറപ്പാടാ എന്ന് പറയാം. ആര്യനും പറയും, ആകാശേട്ടൻ അങ്ങനൊന്നും ചെയ്യില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾ മാത്രം മനസ്സിലാക്കിയിട്ട് കാര്യമുണ്ടോ? അത് എത്രയും വേഗം നമുക്ക് തെളിയിക്കണം. എങ്കിൽ മാത്രമേ ഏടത്തിയെ നമുക്ക് പുറത്തിറക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. എനിക്ക് കൈയും കാലും ഓടുന്നില്ലടാ. എൻ്റെ മീനു അവൾ പോലീസ് സ്റ്റേഷനിലാ, അവൾ എന്നെ വെറുക്കുക. എന്നിട്ട് ആകാശിൻ്റെ മനസ്സിലേക്ക് ഈ ആകാശി ചെയ്ത ഈ ചതി ഒരിക്കലും ഞാൻ മറക്കില്ല എന്ന് മീനാക്ഷി തന്നോട് പറഞ്ഞ വാക്കുകളാണ് കേട്ടോ വീണ്ടും വീണ്ടും ഒഴുകി കേൾക്കുന്നത്. ആകാശേട്ടൻ ഇത് ഏത് ലോകത്താ? സത്യത്തിൽ എന്താ ഇന്നിവിടെ സംഭവിച്ചത് എന്ന് ചോദിക്കുക. ആകാശേട്ടൻ നടന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കിട്ടുള്ളൂ എന്ന് പറയാം. എടാ, അത് നിനക്ക് 25,000 രൂപ തരാമെന്ന് അവൾ ഏറ്റില്ലായിരുന്നോ? ആ കാശ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൾ എന്നെ വിളിച്ചായിരുന്നു. കടയിലായിരുന്നു ഞാനപ്പം. എന്നിട്ട് എന്നോട് പറഞ്ഞു അവളുടെ കൂടെ ജോലി ചെയ്യുന്ന വീണാമേടമില്ലേ, അവരുടെ വീട്ടിൽ പോയി ആ കാശ് മേടിക്കണമെന്ന് പറഞ്ഞു. കടയിൽ തിരക്കായതുകൊണ്ട് അവൾ വിളിച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ലെന്നും ഉച്ചയ്ക്ക് ശേഷം ഞാൻ പോയി മേടിച്ചോളാമെന്നും പറഞ്ഞു. അവൾ സമ്മതിച്ചതാടാ. കുറച്ച് സമയം കഴിഞ്ഞപ്പം ആ വീണാമേടത്തിൻ്റെ ഹസ്ബൻഡ് എന്നെ തിരിച്ചു വിളിച്ചു. അയാൾ അമ്പലമുക്ക് നമ്മുടെ വീടിൻ്റെ അതിലൂടെ വരുന്നുണ്ടത്രേ. അയാൾ വീട്ടിൽ കൊണ്ടേ കാശ് കൊടുത്തോളാം, ഇനി അതിനായിട്ട് അവരുടെ വീട്ടിലേക്ക് എന്നോട് ചെല്ലണ്ടെന്നും പറഞ്ഞു. ഞാൻ സമ്മതിക്കുകയും ചെയ്തു. ഇത്രയും എനിക്ക് അറിയുള്ളടാ. അതിനുശേഷം വൈകിട്ട് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് മീനുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാ. ഞാൻ തെറ്റുകാരനുമായി. ഇതിനിടയിൽ ആരൊക്കെയോ കളിച്ചതാണെന്ന് എനിക്കും മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എന്താ ഏതാ എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയൊക്കെ നടന്നിട്ടും ആകാശേട്ടൻ പിന്നെ ആ വീണാമേടത്തിൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചില്ലേ എന്ന് ആരും ചോദിക്കുക. ഞാൻ വിളിച്ചതാ, പക്ഷെ അയാളുടെ ഫോൺ സ്വിച്ച് ഓഫാ. എത്ര തവണ ഞാൻ അയാളെ വിളിച്ചു എന്നറിയാവോ എന്ന് പറയാൻ കേട്ടോ. എന്നിട്ടാ അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത് എന്ന് അപ്പോൾ ആരും പറയുക. എനിക്കൊന്നും അറിയില്ല മാമ എന്നും പറഞ്ഞ് ധർമ്മനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ആകാശ്. നീ സമാധാനപ്പെടടാ. അപ്പം ആരും പറയും, ആകാശേട്ടൻ ഒന്നുകൂടി വിളിച്ചേ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ആകാശെ വീണ്ടും അയാളെ വിളിക്കുകയാണ്. അയാളുടെ ഫോണ് വീണ്ടും സ്വിച്ച് ഓഫാന്ന് പറയുന്നത്. നമ്മുടെ വീണ മേഡത്തിൻ്റെ ഹസ്ബൻഡായിട്ട് ആൾമാറാട്ടം നടത്തിയ ആളെയാണ് നമ്മുടെ ആകാശ് വിളിക്കുന്നത്. അല്ല എടാ, മീനുവിൻ്റെ ഫോണ് മിത്ര നിൻ്റെ കയ്യിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നില്ലായിരുന്നോ എന്ന് ധർമ്മൻ ആരിനോട് ചോദിക്കും. ആ, ഏടത്തിയുടെ ഫോൺ എൻ്റെ കയ്യിലുണ്ട്. അപ്പം മീനുവിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളല്ലേ ആ വീണ മേഡം. അവരുടെ ഫോൺ നമ്പറും മിക്കവാറും മീനുവിൻ്റെ ഫോണിൽ കാണും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ വിളിച്ചു നോക്കിയാലോ, ഹസ്ബൻഡിനോട് സംസാരിക്കാൻ പറ്റിയേക്കും എന്ന് ധർമ്മം പറയുക. അത് ശരിയാണല്ലോ മാമ, ഞാൻ ഫോൺ എടുത്ത് നോക്കട്ടെ എന്നും പറഞ്ഞ് ആര് നമ്മുടെ മീനുവിൻ്റെ ഫോൺ എടുക്കാണ് കേട്ടോ. അയ്യോ, ഇത് ലോക്കാണല്ലോ എന്ന് പറയാം. ആകാശേട്ടന് മീനു എടുത്തിട്ട് ഫോണിൻ്റെ ലോക്ക് അഴിക്കാൻ അറിയാവോ എന്ന് അപ്പോൾ ആരും ചോദിക്കും. ഇല്ലടാ, അവളുടെ ലോക്ക് എന്നൊന്നും എനിക്കറിയില്ല, ഞാൻ അവളുടെ ഫോൺ എടുക്കാറ് പോലും ഇല്ല എന്ന് ആകാശ് പറയാം. എടാ, നീ 1-2 തവണ ട്രൈ ചെയ്ത് നോക്ക് എന്ന് ധർമ്മൻ അപ്പോൾ പറയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി മീനുവിനോട് തന്നെ ചോദിച്ചാലോ എന്ന് വീണ്ടും ധർമ്മം ചോദിക്കുക. അതൊന്നും നടക്കുന്ന കാര്യമല്ല എൻ്റെ മാമ എന്ന് ആരും പറയാം. ആ CIക്ക് നമ്മളോട് എന്തോ പക പോക്കുന്ന പോലുള്ള പെരുമാറ്റമാണ്. അയാൾ ആരോ ഇതിങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അയാളുടെ പിന്നിൽ ആരൊക്കെയോ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അനുകൂലമായിട്ടൊന്നും ചെയ്യാൻ അയാൾ സമ്മതിക്കുകയല്ല. അതുകൊണ്ട് അവിടെ പോയി വെറുതെ ബുദ്ധിമുട്ടാന്നേ ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നീ തന്നെ ഒന്ന് ട്രൈ ചെയ്യുക. അവൾ ലോക്കായിട്ട് ഇടാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കടാ. ചിലപ്പം അവളുടെ പേരാണെങ്കിലോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് മീനാക്ഷിയുടെ പേരടിച്ച് നോക്കുമ്പം ലോക്ക് അഴിയുന്നില്ല. അതൊന്നും അല്ല മാമ എന്ന് പറഞ്ഞ് ആകാശം മറ്റും ഒന്നും കൂടി നോക്കുക. അതുമല്ല, ദേ മാമ, ഇനി ഒരു അവസരം കൂടി ഉള്ളൂ. ഇതും കൂടി നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ഫോൺ ലോക്കായി പോകും എന്ന് പറയാം. ഇനി എന്തായിരിക്കും എന്നും പറഞ്ഞ് അവർ ആലോചിക്കുവാണേ. അപ്പോൾ പെട്ടെന്ന് ധർമ്മം പറയും, ആര്യ, ആകാശിൻ്റെ പേരാണോ ഇനിയിപ്പം ലോക്കായിട്ട് ഇട്ടിരിക്കുന്നത്? നീ ആകാശിൻ്റെ പേരൊന്ന് അടിച്ചു നോക്കിക്കേ എന്ന് ധർമ്മം പറയൂ കേട്ടോ. അത് കേൾക്കുമ്പം ആകാശം ഇങ്ങനെ ജിജ്ഞാസയോടെ നോക്കുവാണേ. പെട്ടെന്ന് നമ്മുടെ ആര്യൻ ആകാശിൻ്റെ പേരടിക്കുമ്പോൾ തന്നെ ഫോൺ അൺലോക്ക് ആകും. അതെ, ആകാശേട്ടൻ്റെ പേരാ മീനു ചേച്ചി ലോക്കായിട്ട് ഇട്ടിരിക്കുന്നത് എന്ന് ആര്യം പറയുക. അതുകൂടി കാണുമ്പോൾ നമ്മുടെ ആകാശിന് ഒരുപാട് സങ്കടം വരുക. എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്ന മീനുവിന് എന്നെ തെറ്റിദ്ധരിച്ചല്ലോ മാമ. ഞാനാ തെറ്റ് ചെയ്തതെന്ന് അവൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഞാൻ അവൾക്കെതിരായിട്ട് ഇങ്ങനെ
അങ്ങനെയൊക്കെ പ്രവർത്തിക്കുമെന്ന് അവൾ എന്നാലും വിചാരിച്ചല്ലോ. എടാ, അവൾക്ക് അങ്ങനെ വിചാരിക്കാൻ പാകത്തിന് എന്തെങ്കിലും നിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ധർമ്മൻ പെട്ടെന്ന് ചോദിക്കൂട്ടോ. അത് പിന്നെ മാമ, ലൈസൻസിൻ്റെ കാര്യം പറഞ്ഞ് ഇടയ്ക്കൊക്കെ ഞാനും അവൾ തമ്മിലൊന്ന് ഉരസാറുണ്ട്. അപ്പം ഞാൻ ചുമ്മാ അവളെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയും, നിന്റെ ജോലി ഞാൻ എങ്ങനെയെങ്കിലും കളയോടി, എത്ര തറവേല ചെയ്തിട്ടാണെങ്കിലും നിന്നെ ആ കസേരയിൽ നിന്ന് നീക്കുന്ന. അതൊക്കെ ഞാൻ വെറും കോമഡിക്ക് പറയുന്നതാ. പക്ഷേ അതൊക്കെ മനസ്സിലിട്ടുകൊണ്ട് അവൾ നടക്കുന്നതെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അവൾ എൻ്റെ ഭാര്യയല്ലേ മാമ, എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ ഇറങ്ങി വന്നവൾ. അവൾക്കെതിരായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിക്കുക. അത് വിട്, ദേ ഫോൺ അൺലോക്കായി, നമുക്ക് എത്രയും വേഗം വീണ മേഡത്തിനെ വിളിക്കാം എന്ന് പറഞ്ഞ് ആര്യൻ ഫോൺ എടുക്കൂട്ടോ. എന്നിട്ട് വിളിക്കാൻ നോക്കും. ദേ ഇതിൽ വീണ മേഡത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പറുണ്ട്, ഞാൻ ഇതിലൊന്ന് വിളിക്കാം എന്ന് പറയാണ് കേട്ടോ. ആകാശേട്ട, അല്ലെങ്കിൽ വേണ്ട, ആകാശേട്ടൻ വിളിച്ച് സംസാരിക്കുക, അതാ കുറച്ചും കൂടി ശരി എന്ന് ആര്യം പറയാം. എന്നിട്ട് ആകാശിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കും കേട്ടോ. അപ്പോൾ അയാൾ ഫോൺ അറ്റൻഡ് ചെയ്യും. ഹലോ സാർ, ഞാൻ ആകാശ എന്ന് പറയാം. വീണ മേഡത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മീനാക്ഷി ഇല്ലേ, അവരുടെ ഹസ്ബൻഡ് ആകാശ എന്ന് പറയാം. എന്താ ആകാശേ, ഈ രാത്രിയിൽ എന്താ ഫോൺ വിളിച്ചത് എന്ന് പറയാണ്. അത് പിന്നെ സാർ, എനിക്ക് സാറിനെ ഒന്ന് കാണണമായിരുന്നല്ലോ എന്ന് പറയാം. വളരെ അത്യാവശ്യമാണ്. എന്താ കാര്യം, എവിടെ ഇപ്പോൾ ആകാശം നിൽക്കുന്നത്? ഞാൻ പോലീസ് സ്റ്റേഷനിലാണ് എന്ന് പറയാണ് കേട്ടോ. എന്നാൽ വെയിറ്റ് ചെയ്യുക, ഞാൻ അങ്ങോട്ട് വരാം എന്ന് വീണ മേഡത്തിൻ്റെ ഹസ്ബൻഡ് പറയണേ. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുക. എന്തു പറഞ്ഞു എന്ന് ആര്യനും ധർമ്മനും അപ്പോൾ ആകാശിനോട് ചോദിക്കുക. അയാൾ ഇങ്ങോട്ട് വരാമെന്നാണ് പറയുന്നത്. അദ്ദേഹം ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം എന്ന് ആര്യൻ പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ വീണ മേഡത്തിൻ്റെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്ത് അവരവിടെ നിൽക്കുകയാണ്. സമയം അച്യുതനാണെങ്കിൽ ആ സി ഐനെ വിളിക്കാൻ കേട്ടോ. അച്യുതൻ്റെ ആളാണ് രാമഭദ്രൻ എന്ന് പറയുന്ന ആ സി ഐ. എന്തായിടോ രാമഭദ്ര എന്ന് അച്യുതൻ ചോദിക്കുക. ഒന്നും ആയിട്ടില്ലടോ എന്ന് പറയാം. ഒന്നും ആയിട്ടില്ലെന്നോ? അതെ, ഇതുവരെ അവൾ നമ്മുടെ വഴിക്ക് വന്നില്ലെന്നാണോ താൻ പറഞ്ഞു വരുന്നത് എന്ന് അച്യുതൻ ചോദിക്കുക. അതേന്നെ, താൻ പറഞ്ഞതുപോലെ അവൾ ഇച്ചിരി കൂടിയ ഇനവാ. അവളെ ഇപ്പോഴും അവളുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് നിൽക്കുക. നമ്മുടെ വഴിക്ക് വരുന്നില്ലെന്ന് മാത്രമല്ല, ഒരു തരുമ്പ് പേടി പോലും ആ പെണ്ണിനില്ല എന്ന് പറയാണ്. എടോ, പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു പ്രതിയെ എങ്ങനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരണമെന്ന് തനിക്ക് ഞാൻ പറഞ്ഞു തരണോടോ? മൂന്നാം മുറ അങ്ങ് പ്രയോഗിക്കണം. മൂന്നാം മുറയിൽ വീഴാത്ത ഒരു പ്രതി ഈ ലോകത്തില്ല എന്ന് പറയാം. എൻ്റെ പൊന്നച്യുത, ഇതേ ജനമൈത്രി പോലീസ് സ്റ്റേഷനാ. ഇവിടെ വന്ന പ്രതിയെ ഞാൻ ശാരീരികമായി ഉപദ്രവിച്ചെന്നറിഞ്ഞാലേ എൻ്റെ തൊപ്പി തെറിക്കും. തനിക്കത് അറിയാൻ മേലഞ്ഞിട്ടാ. ഇപ്പം അങ്ങനെ മൂന്നാം മുറയൊന്നും കസ്റ്റഡിയിലിരിക്കുന്ന പ്രതിയെ പ്രയോഗിക്കാൻ പറ്റില്ലടോ എന്ന് പറയാം. അപ്പം താൻ എന്താ പറഞ്ഞു വരുന്നത്? കാര്യം നടക്കില്ലെന്നാണോ? 2 ദിവസം അവൾ ഈ പോലീസ് സ്റ്റേഷനിൽ തന്നെ കാണും. തിങ്കളാഴ്ചയെ അവളെ ഇനി കോടതി ഹാജരാക്കാൻ പറ്റുള്ളൂ. ഈ 2 ദിവസത്തിനുള്ളിൽ അവളുടെ മനസ്സ് മാറുവാണെങ്കിൽ താൻ രക്ഷപ്പെട്ടു എന്ന് രാമഭദ്രനപ്പം അച്യുതനോട് പറയണ്. അപ്പം താൻ പറഞ്ഞു വരുന്നത് ഇത്രയൊക്കെ ഞാൻ ചെയ്തത് വെറുതെ ആയെന്നാണോ? അങ്ങനെയല്ല, അവള് പയ്യെ മയപ്പെട്ടും നമ്മുടെ വഴിക്ക് വരുമെന്ന് തന്നെയാണോ എനിക്ക് തോന്നുന്നത് എന്ന് പറയാം. എടോ, അങ്ങനെയാണെങ്കിൽ ലൈസൻസിൻ്റെ കാര്യം നേരിട്ട് താൻ അവളോടങ്ങ് സംസാരിക്കുക. ലൈസൻസിൻ്റെ കാര്യം അതെ, എനിക്ക് ലൈസൻസ് ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ ഈ കേസിൽ നിന്നും അവളെ ഒഴിവാക്കാമെന്ന് അവളോട് നേരിട്ട് അങ്ങോട്ട് പറയാൻ. എൻ്റെ പൊന്ന് അച്യുത, അത് അബദ്ധമാകും. അവളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തതല്ല, വിജിലൻസ് അറസ്റ്റ് ചെയ്ത ഒരു പ്രതിയാണ് മീനാക്ഷി. അതും അവളൊരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്. വിജിലൻസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ പോലീസുകാരെങ്ങനെ വെറുതെ വിടുമെന്ന് അവൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ഉത്തരം പറയും? അവൾക്കും അത്യാവശ്യം നിയമത്തിൻ്റെ വശങ്ങളൊക്കെ അറിയാവുന്നതാണെന്നേ എനിക്കിപ്പം തന്നെ മനസ്സിലായിട്ടുണ്ട് എന്ന് പറയാം. എടോ, താൻ അവിടെ വേണം തൻ്റെ ബുദ്ധി പ്രയോഗിക്കാൻ എന്ന് അച്യുതനപ്പം രാമഭദ്രൻ പറഞ്ഞു കൊടുക്കുക. അവക്കെതിരെ കേസ് കൊടുത്തത് നമ്മുടെ ജിനുവാണല്ലോ. ലൈസൻസ് ഒപ്പിട്ട് തരാൻ മീനാക്ഷി തയ്യാറായാൽ പിന്നെ ഈ കേസ് പിൻവലിക്കും എന്ന് അച്യുതൻ പറയാം. എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്ത് ഞാൻ അവനെ ഒതുക്കിക്കോളാം. വ്യക്തിവൈരാഗ്യം തീർക്കാൻ കള്ളക്കേസ് കൊടുത്തതാണെന്ന് വിജിലൻസിന് ജിനു മൊഴി കൊടുത്താൽ എടോ ഈ കേസ് തള്ളിപ്പോകില്ലേ എന്ന് അച്യുതൻ പറയാം. എടോ അച്യുത, അത് കൊള്ളാലോ, ഉഗ്രം പരിപാടിയാണല്ലോ. ഇനി കാര്യങ്ങൾ രാമഭദ്രൻ്റെ കയ്യിലാണ്. തൻ്റെ മുന്നിൽ 2 ദിവസം സമയമുണ്ട്. എൻ്റെ ലൈസൻസിൽ ഒപ്പിടാമെന്ന് അവളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ തനിക്ക് സമയമുണ്ട്. തനിക്ക് 2 ദിവസം തന്നെ ധാരാളമല്ലേ എന്ന് ചോദിക്കുക. ദേ, ലൈസൻസിൽ ഒപ്പിടാൻ മീനാക്ഷി സമ്മതിച്ചാൽ കേസ് ഒഴിവാക്കി അവൾക്ക് പുറത്തിറങ്ങാം. തനിക്കതിൻ്റെ ഗുണം കിട്ടുകയും ചെയ്യും. തനിക്കറിയാലോ, കൃഷ്ണമംഗലത്തെ അച്യുതൻ അങ്ങനെ ആരെയും വെറുതെ ഉപയോഗിക്കില്ലെന്ന്. അത് പിന്നെ എനിക്കറിയില്ലേ അച്യുത എന്ന് പറഞ്ഞ് രാമഭദ്രൻ ചിരിക്കുവാണ് കേട്ടോ. ഇതേസമയം അച്യുതൻ വളരെ സന്തോഷത്തിലാണ്. ഒരു മീന ഇതേസമയം നമ്മുടെ വീണ മേഡത്തിൻ്റെ ഹസ്ബൻഡ് ആകാശിനെ കാണാനായിട്ട് പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പം ആര്യനും ധർമ്മനും ഒക്കെ അവിടെ നിൽക്കുന്ന കാണുമ്പം അവരുടെ അടുത്തേക്ക് ആകാശ് എവിടെയാണെന്ന് ചോദിക്കാൻ വരികയാണ്. അപ്പോൾ തങ്ങളുടെ അടുത്തേക്ക് ഒരു അപരിചിതം വരുന്ന കാണുമ്പം അവർ നോക്കി നിൽക്കുക. ആരാ എന്ന് ചോദിക്കുക. അല്ല, ഈ ആകാശ് ഇവിടേക്ക് വരാൻ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ വീണ മേഡത്തിൻ്റെ ഹസ്ബൻഡാ. ഓ, അത് നിങ്ങളാണല്ലേ എന്ന് ചോദിക്കുക. ഏട്ടൻ ഇപ്പോൾ വരും എന്ന് പറയുക. ആകാശ് അപ്പുറത്തേക്ക് മാറിയതായിരുന്നു കേട്ടോ. പെട്ടെന്ന് ആകാശ് അങ്ങോട്ട് വരിക. ഇതാ ഏട്ടൻ എന്ന് പറയാം. ഇതാണോ ആകാശ്
ആകാശ് എന്ന് അപ്പോൾ അദ്ദേഹം ചോദിക്കും. അതെ. അപ്പോഴത്തേക്കും ആകാശിന് ദേഷ്യം വരും. നിങ്ങളാണല്ലേ വീണ മേഡത്തിൻ്റെ ഹസ്ബൻഡ്, എങ്ങനെ തോന്നി എൻ്റെ മീനുവിനെ ചതിക്കാൻ? നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കൂടി കള്ളക്കേസിൽ എൻ്റെ മീനുവിനെ കൊടുക്കാൻ മാത്രം അവൾ നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ചെയ്തത് എന്ന് പറയാം. നിങ്ങൾ ഞങ്ങളുടെ അമ്മയുടെ കയ്യിൽ കൊടുത്തിരുന്ന കാശല്ലേ, ആ കാശ് കയ്യിൽ തൊട്ടപ്പം മുതൽ അവൾക്ക് പ്രശ്നമാണ്, അവൾ കൈക്കൂലി മേടിച്ചതാണെന്നും പറഞ്ഞ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് എന്ന് പറയാം. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ഇപ്പം വീണ മേഡത്തിൻ്റെ ഹസ്ബൻഡ് ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പം ആര്യനും ധർമ്മനും പറയും, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട, മര്യാദയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും കുറ്റം ഏറ്റെടുത്തോണം. ഞങ്ങളുടെ ഒന്നും അറിയാത്ത ഏടത്തിയെ ഇങ്ങനെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്ന് പറയാണ് കേട്ടോ. ആരും ചോദിക്കുകയാണേ. അത് കേൾക്കുമ്പം അദ്ദേഹം പറയും, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? മീനാക്ഷി ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം അനിയത്തിയെ പോലെയാണ്. ആ കുട്ടിക്ക് ദ്രോഹം ചെയ്യുമെന്ന് നിങ്ങൾ വെറുതെ പോലും പറയരുത്. എൻ്റെ സ്വന്തം അനിയത്തിയായിട്ടേ അവളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ കുട്ടിക്ക് ദോഷം വരുന്ന ഒന്നും ഞാനോ എൻ്റെ ഭാര്യയോ പ്രവർത്തിക്കത്തില്ല. പിന്നെ എന്തൊക്കെയാണ് ഈ സംഭവിച്ചത്? അല്ല, ഇവിടെ ആകെ കൺഫ്യൂഷനാണല്ലോ, ഇതാണോ ആകാശ് എന്ന് വീണ മേഡത്തിൻ്റെ ഹസ്ബൻഡ് ചോദിക്കും കേട്ടോ. നിങ്ങൾ ആ കാശ് കൊണ്ട് എന്തിനാ എൻ്റെ വീട്ടിൽ കൊടുത്തത്? ആ കാശിൽ എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ടായിരുന്നു എന്ന് ആകാശ് പറയേ. എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ എന്തിനാ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി കാശ് കൊടുക്കുന്നേ? ഞാൻ വീട്ടിലൊന്നും വന്നിട്ടില്ലല്ലോ എന്ന് പറയാ. ആകാശ് എൻ്റെ വീട്ടിൽ വന്ന് കാശ് നേരിട്ട് വാങ്ങുമായിരുന്നില്ലേ? ദേ കള്ളം പറയരുത്, ഞാൻ എപ്പോഴാടോ തൻ്റെ വീട്ടിൽ വന്നത് എന്ന് ആകാശ് ചോദിക്കുക. ആകാശ് എന്ന പേരിൽ ഒരാൾ എൻ്റെ വീട്ടിൽ വന്നു, അത് താങ്കളാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയാണ് കേട്ടോ. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? അതെ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ കാശ് തരാനൊന്നും വന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ ആകാശാണെന്നും പറഞ്ഞ് ഒരാൾ വന്നു. അത് മീനാക്ഷിയുടെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞപ്പം 25,000 രൂപ ഞാൻ അയാളുടെ കയ്യിൽ കൊടുത്തു വിടുകയും ചെയ്തു. മീനാക്ഷി ആകാശിൻ്റെ കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഞാനോ എൻ്റെ ഭാര്യയോ ആകാശിനെ നേരിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് വന്ന വ്യക്തി ആകാശാണെന്ന് ഞാൻ കരുതിയത്. പിന്നെ ഞാൻ എന്തിനാ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പം ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് എല്ലാവരും. ഇതിനിടയിൽ കിടന്ന് ആരൊക്കെയോ കളിച്ചിട്ടുണ്ടല്ലോ എന്ന് ആരും പറയാം. അല്ല സാർ, സാറിൻ്റെ വീട്ടിൽ CCTV ഉണ്ടോ എന്ന് അപ്പോൾ ആരും ചോദിക്കും. ഉണ്ടല്ലോ എന്ന് പറയുകയാണേ. അപ്പം എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടാവുകയാണ്. ആരാണ് ആകാശ് എന്ന പേരിൽ ആൾമാറാട്ടം നടത്തി തങ്ങളുടെ ജീവിതം തന്നെ നശിപ്പിക്കാൻ നോക്കിയതെന്ന് ആകാശിന് അറിയാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവുകയാണ് കേട്ടോ. ഇതേ സമയം ആ CI ഒരു ലേഡി കോൺസ്റ്റബിളിനെ വിട്ട് അയാളുടെ ക്യാബിനിലേക്ക് നമ്മുടെ മീനാക്ഷിയെ വിളിപ്പിക്കുകയാണ്. അപ്പം മീനാക്ഷിക്ക് അയാൾ വിളിപ്പിച്ചു എന്ന് പറയുമ്പോൾ തന്നെ സംശയം തോന്നിക്കുക. അപ്പം ആ ലേഡി കോൺസ്റ്റബിളിനോട് പറയും, നിങ്ങൾ പോയിക്കോ, മീനാക്ഷിയോട് ഞാൻ സംസാരിച്ചോളാം എന്ന് പറയാം. ശരി സാർ എന്നും പറഞ്ഞിട്ട് ആ സ്ത്രീ അവിടെ നിന്ന് പോവാണ് കേട്ടോ. എന്താ സാർ എന്നെ വിളിപ്പിച്ചത് എന്ന് മീനു അപ്പം ചോദിക്കേ. മീനാക്ഷിക്ക് വിശക്കുന്നുണ്ടല്ലേ, അവർ വീട്ടിൽ നിന്ന് അച്ഛൻ മേടിച്ചെന്ന ആഹാരം കഴിക്കാൻ ഞാൻ സമ്മതിച്ചില്ലല്ലോ. ദേ ഇത് മീനാക്ഷിക്ക് മേടിച്ച ഭക്ഷണമോ, മീനാക്ഷി കഴിച്ചോ എന്ന് പറയാം. സാർ എന്നോട് ഇത്ര സ്നേഹത്തോടെ പെരുമാറുന്നു, ആഹാരം മേടിച്ചു തരുന്നു, എന്തോ ഉണ്ടല്ലോ. ഒരു കാര്യമില്ലാതെ സാറിന് പെട്ടെന്നൊരു മനംമാറ്റം ഉണ്ടാകില്ലെന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. ഇതാ നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരു സ്വഭാവം. ആര് എന്ത് പറയാനും വളഞ്ഞു മൂക്ക് പിടിച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാകും എന്ന് പറയാം. സാർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ തുറന്നു പറയുക എന്ന് മീനോപ്പ് പറയൂട്ടോ. അല്ല, ആ കൃഷ്ണമംഗലത്തുകാർ ഒരു ക്വാറി തുടങ്ങാൻ ലൈസൻസിന് വേണ്ടി കുറേ നാളായിട്ട് മീനാക്ഷിയുടെ പിന്നാലെ തന്നെ നടക്കുമല്ലേ. ആ ഫയൽ എടുത്ത് മാറ്റി വെച്ച് മീനാക്ഷി അവരെ കുറേ ആയിട്ട് ചുറ്റിക്കുവാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയണേ. അപ്പം ഇയാൾ എന്താ ഈ പറഞ്ഞു വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് മീനാക്ഷി ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. അവർക്ക് ആ ലൈസൻസ് ഒന്ന് ഒപ്പിട്ട് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. മീനാക്ഷിക്ക് പറ്റില്ലേ എന്ന് ചോദിക്കുക. ഇത് പോലീസ് സ്റ്റേഷൻ തന്നെയല്ലേ എന്ന് മീനാക്ഷി ചോദിക്കുക. സബ് രജിസ്ട്രാർ ഓഫീസ് ഇങ്ങോട്ട് മാറ്റിയിട്ടൊന്നും ഇല്ലല്ലോ. ഈ അവസ്ഥയിൽ ഇവിടെ നിൽക്കുമ്പോഴും ഇങ്ങനെ കോമഡി പറയാൻ പറ്റുന്ന നിൻ്റെ ചങ്കൂറ്റം ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു. സാറേ, ഈ ഹ്യൂമർ എന്ന് പറയുന്നത് നാച്ചുറായിട്ട് പറയുന്നതാ. എങ്കിലേ കോമഡി ആയിട്ട് അല്ലാത്തൊരു കാര്യം ഞാൻ പറയാം. കൃഷ്ണമംഗലത്തുകാരുടെ ഫയൽ നീ ഒപ്പിടാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ കേസ് നമുക്ക് ഇവിടെ അങ്ങ് അവസാനിപ്പിക്കാം എന്ന് പറയാം. സാറിന് നാണമില്ലേ എന്ന് ചോദിക്കുക. എന്താടി പറഞ്ഞതേ എന്നു ചോദിച്ചാൽ അയാൾ ദേഷ്യപ്പെടുക. നിങ്ങൾക്ക് ഒരു ഗിൽറ്റും തോന്നുന്നില്ലേ എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ? കാക്കയിട്ട ഒരുപാട് നല്ല ഓഫീസേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മീനാക്ഷി പറയും. അവരോടൊക്കെ എനിക്ക് ബഹുമാനവും ഉണ്ട്. പക്ഷേ സാറിട്ടിരിക്കുന്ന ഈ കാക്കയുണ്ടല്ലോ, അത് കൃഷ്ണമംഗലത്തുകാർക്ക് വേണ്ടി ദാസ്യവേല ചെയ്യാൻ ഇട്ടിരിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാം. ഈ യൂണിഫോമിന് ഒരു നിലയും വിലയും ഉണ്ട് സാർ, അത് കളയരുത്. നീ എൻ്റെ മുന്നിൽ നിന്ന് കൂടുതൽ നെകളിക്കുന്നോടി എന്ന് അയാൾ ചോദിക്കാം. മുഖത്ത് നോക്കി സത്യം പറയുമ്പം സാർ എന്തിനാ സാറേ ദേഷ്യപ്പെടുന്നേ എന്ന് മീനാക്ഷി ചോദിക്കും. സാറിന് എന്നെ എന്ത് ചെയ്യാൻ കഴിയും? കൂടിപ്പോയാ സാറ് എന്നെ അങ്ങ് തല്ലും, കൊല്ലില്ലല്ലോ. ഊവോ എന്ന് മീനാക്ഷി അപ്പം ചോദിക്കും കേട്ടോ. പോലീസ് മുറ പ്രയോഗിച്ച് സാറിന് എന്നെ തല്ലി ചതയ്ക്കാം. പക്ഷേ ഞാൻ ജീവനോടുണ്ടെങ്കിൽ എന്നോട് ചെയ്തതിന്
നിങ്ങളെ കൊണ്ട് ഞാൻ സമാധാനം പറയിപ്പിക്കും, മീനാക്ഷിയെ തനിക്ക് ശരിക്കും അറിയത്തില്ല എന്നും പറഞ്ഞ് അയാളോട് സംസാരിക്കും കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന സിഐക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, ദേഷ്യം കടിച്ചമർത്തി നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.